ഹായ്, നമസ്കാരം. ഷാജീസ് കൊറിയൻ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാജി. ഈ പമ്പയാറ്റിലാണ് നിൽക്കുന്നത്. പമ്പയാറ്റിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ആറന്മുള വള്ളസദ്യയിലേക്ക് പോകുന്ന പള്ളിയോടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഒരു 11:30 ആ സമയത്തായിരിക്കും പള്ളിയോടങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതിനകത്തല്ല, നമുക്ക് ആറന്മുളയുടെ ഇക്കരക്കരയുണ്ട്. അപ്പോൾ ആറന്മുളയുടെ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ഡ്രോൺ പറത്താൻ പറ്റത്തില്ല. ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് നിർത്തിയിട്ട് നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റും. എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ ഡ്രോൺ കാഴ്ചകൾ? കഴിഞ്ഞ ഡ്രോൺ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരമായിരുന്നില്ലേ? അത് ഞാൻ ഈ മൺതിട്ടയിലോട്ടൊന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് പറയാം. ഇതുണ്ടോ, മൺതിട്ടയിലോട്ടിരുന്ന എന്തോ ചോദിച്ചാൽ നല്ല സുഖമുണ്ട്, നല്ല തണുപ്പ്. ഇരുന്ന് കഴിച്ചപ്പോൾ നല്ല തണുപ്പ്. ഈ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഷോർട്സ് മാത്രം ഉൾപ്പെടുത്തിയത്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ലോങ് വീഡിയോയാണ്. ഷോർട്സ് ഒന്നും കുറവാണ്, തീരെ കുറവാണ്. ലോങ് ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇത്തവണ കുറേ ഷോർട്സ് അങ്ങ് ഇട്ട് AI വീഡിയോ ടെക്നോളജിയിൽ അങ്ങ് ഷോർട്സ് അങ്ങ് ആക്കിയത്. ഇതുണ്ടോ പമ്പയാറ്റിൽ വെള്ളം, അന്നത്തെ ആ വെള്ളത്തിൽ വന്നതാണ്ടല്ലേ ഈ കാണുന്ന മുഴുവൻ. നോക്കിക്കേ, ഭയങ്കര വെള്ളത്തിൽ വന്നതാണ്. എല്ലാം അങ്ങ് ഒഴുക്കി അങ്ങ് താട്ടി അങ്ങ് പോയി. എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അന്ന് റാന്നിയിലെ പ്രളയകാലത്ത് നിന്ന് ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും വരും. ഞാൻ പിന്നെ നടക്കുന്നവർ ഇങ്ങനെ മുങ്ങി പോകുന്നു. എന്തായാലും ഒരാൾ പൊക്കത്തി, എനിക്ക് നല്ല നീളമുണ്ട്, ഹൈറ്റും ഉണ്ട്, വണ്ണമുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ഒഴുക്കി പോകത്തില്ല. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. എന്നാൽ ആറന്മുളയിലെ കുറച്ച് ദൃശ്യങ്ങൾ അങ്ങ് എടുത്താലോ? ഗൈസ്, ഒന്ന് ഞാൻ ഓർമ്മിക്കട്ടെ, ഈ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മൊബൈലിലെ വെട്ടം കൂട്ടിയിട്ട് കാണണമെന്ന് ഗൈസ് പറയുന്നു. നമ്മുടെ ആറന്മുളയിലെ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ആറന്മുള വള്ളംകളി നടക്കുന്നത് അത് ഇവിടെ വച്ച ഫൈനൽ പോയിൻറ്റും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും. അതുമാത്രമല്ല, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിവാഹം കാര്യങ്ങളൊക്കെ നടന്നിരുന്ന. അതുമാത്രമല്ല, 18 കരകളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ പണ്ട് കാലത്ത് 18ആയിരുന്നു, ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. 2018 പ്രളയം ഇവിടെ വന്ന് തകർത്ത് താണ്ഡവമാടിയിട്ട് പോയതാ ഇവിടെ. ആറന്മുള വള്ളസദ്യ, അത് പ്രത്യേക ഒരു സദ്യ തന്നെ. എല്ലാ കരയിലെ ആൾക്കാരും ഇവിടെ വന്ന് സദ്യ കഴിക്കും. ഈ പള്ളിയോടങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ജനങ്ങളെല്ലാം ഒത്തുകൂടിയേക്കുന്നത്. ഇനിയിപ്പോൾ ആറന്മുള വള്ളംകളി എടുക്കുവാണ്. ഇനിയിപ്പോൾ ഓണത്തിന്റെ തിരക്കുകൾ അതിൻ്റെയും ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ടും വള്ളസദ്യ ഒന്നും കഴിക്കാനൊന്നും പോയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ഒരു ദിവസം പോണം വള്ളസദ്യയിൽ, വള്ളത്തേൽ. സ്വദേശികളും വിദേശികളും എല്ലാവരും വരുന്നതാണ് ഇവിടെ. പമ്പ തീരത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് പറഞ്ഞനുഭവിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ്. നമ്മളൊക്കെ ഇവിടെയൊക്കെ വന്ന് എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് വള്ളംകളിയൊക്കെ കണ്ടിട്ട് പോയതാ. പക്ഷേ അന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഡ്രോൺ മേടിക്കണം എന്നുള്ള കാര്യം വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. ഇത് നേരെ ഇക്കരയിൽ നിന്ന് നേരെ അക്കരയിലോട്ടാണ് ഞാൻ ഡ്രോൺ വിട്ട്. അന്നേരം ഒരു ചേട്ടൻ പറഞ്ഞു, മോനെ അവിടെ ഡ്രോൺ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് വിട്ടെ. നോക്കിയേ, എത്ര പള്ളിയോടങ്ങൾ അവിടെ വന്ന് കിടക്കുന്നതെന്ന് നോക്കിയേ. അവിടെ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി പോറ്റിമാരൊക്കെ വന്ന് ഇപ്പുണ്ട്. ആർപ്പ് വിളിയും എല്ലാം അവിടെ. ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ വന്നായിരുന്നു ഗായ്സ്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്ത് കാട്ടൂരിൽ നിന്ന് വള്ളസദ്യക്ക് വന്ന് അന്ന് ആ മുളയിൽ വഞ്ചി പോലെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഇവിടത്തേക്ക് അന്ന് സദ്യക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കള്ളന്മാര് ഇതെല്ലാം അപഹരിച്ചു. അതിന്റെ തുണയായിട്ടാണ് വലിയ വള്ളങ്ങൾ കൂടെ വരുന്നത്. ആറന്മുളയിലേക്ക് കണ്ടോ പള്ളിയോളം പോകുന്നത് നോക്കിക്കേ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വള്ളം ഇങ്ങനെ വരുന്ന കാണുന്നത്. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഇവിടെ കോഴഞ്ചേരിക്കാർ മാത്രമല്ല, സ്വദേശികളും വിദേശികളും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് വിദേശികളാണ്, നമ്മുടെ നാട്ടുകാരാരുമില്ല, കുറവാണ്.
അങ്ങോട്ട് പോകുന്ന ആവേശം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണത്തില്ല. എല്ലാവർക്കും ക്ഷീണമാണ്. പുറകെ പോകുന്ന ബോട്ട് കണ്ട, ഇത് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ബോട്ടുകളാണ്.
അപ്പോൾ ആറന്മുളയിലെ ദൃശ്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു അമൗണ്ട് വന്നിട്ടുണ്ട്, ഹബ്ബൂടെ ചെയ്യുക. ആറന്മുളയിൽ നല്ലപോലെ ട്രോണൊക്കെ പറത്തി, എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഇവിടെ കറങ്ങി അടിച്ച് കുറേ നേരം ഇങ്ങനെ നിന്നു. വള്ളം വരുന്ന കാലം ഞാൻ ഇതിന് വള്ളം കളി സമയത്ത് വരണം, ഞായറാഴ്ച. അന്നേരം നമുക്ക് കുറേ ട്രോൺ ദൃശ്യങ്ങളൊക്കെ എടുക്കാം. നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഇതുവരെയായിട്ട് എനിക്ക് വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുന്നില്ല, പോവാണെങ്കിൽ വള്ളസദ്യ കഴിക്കാം. അപ്പോൾ ഓക്കെ.